മൂന്നാമത്തെ പീഡനക്കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അടച്ചിട്ട കോടതി മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് നടന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ജഡ്ജി അരുന്ധതി ദിലീപ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. അതിജീവിതയുടെ സ്വകാര്യതയും വിവരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ MG ദേവിയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറും ഈ തീരുമാനത്തോട് യോജിച്ചിരുന്നു. തുടർന്ന് കേസുമായി ബന്ധമില്ലാത്ത എല്ലാവരെയും കോടതി മുറിയിൽ നിന്നും പുറത്താക്കിയ ശേഷമാണ് അതീവ രഹസ്യമായി വാദം നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദീർഘമായ വാദത്തിനൊടുവിലാണ് ശനിയാഴ്ച വിധി വന്നത്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദമെങ്കിലും കോടതി അത് കണക്കിലെടുത്തില്ല. ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് സാധ്യത. നിലവിൽ അദ്ദേഹം റിമാൻഡിൽ തുടരും. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതിയെ അറിയിച്ചിരുന്നു. 2 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ രാഹുലിനൊപ്പം ചേരാൻ ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തക കൂടെ വരുന്നുണ്ട്. രാഹുൽ MLAയുടെ ക്രൂര പീഡനത്തിന് ഇരയായ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും സ്ഥിരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത മഹിളാ കോൺഗ്രസ് നേതാവായ രഞ്ജിത പുളിക്കനാണ് അറസ്റ്റിലായത്. മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് രഞ്ജിത പുളിക്കൻ. ഫേസ്ബുക്കിൽ ധീരതയുടെ നിരവധി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം കോട്ടയത്തെ ഒരു ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ അതിജീവിതയെ അവമാനിച്ച കേസിലും മൂന്നാമത്തെ കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിന്റെ പേരിലുമാണ് മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. പത്തനംതിട്ട സൈബർ പോലീസാണ് രഞ്ജിതക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസ് വന്നപ്പോൾ തന്നെ രഞ്ജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരിയെ അധിക്ഷേപിച്ചും രംഗത്ത് വന്നിരുന്നു. അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ കേസിൽ ഉപാധികളോടെ കോടതി രഞ്ജിതയ്ക്ക് ജാമ്യം നൽകിയിരുന്നു. എന്നാൽ രാഹുലിനെതിരെ മൂന്നാമത്തെ പരാതി വന്നപ്പോഴും രഞ്ജിത ഇരക്കെതിരെ സൈബർ അധിക്ഷേപം തുടർന്നതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തി രഞ്ജിത പുളിക്കൽ ആദ്യമേ രംഗത്തുണ്ടായിരുന്നു. ആ കേസിൽ രഞ്ജിത 1ാം പ്രതിയായിരുന്നു. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് ആയിരുന്നു ആ കേസിലെ 2ാം പ്രതി. ദീപ ജോസഫ് എന്നു പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3ാം പ്രതിയും സന്ദീപ് വാര്യർ 4ഉം രാഹുൽ ഈശ്വർ 5ഉം പ്രതികളായിരുന്നു. പാലക്കാട് സ്വദേശിയായ വ്ളോഗറായിരുന്നു 6ാം പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു സൈക്കോ ക്രിമിനലിനെ, ഒരു സ്ത്രീ പീഡകനെ സംരക്ഷിക്കാൻ ഒരു ഇരയുടെ സ്വകാര്യ ജീവിതം വിൽക്കാൻ ശ്രമിക്കുന്നത് നെറികെട്ട രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് പുറത്താക്കിയ രാഹുലിന് വേണ്ടി ഒരു ജില്ലയുടെ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി അങ്ങനെ ചെയ്യുന്നത്. സൈബർ ഇടങ്ങളിൽ അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവരുടെ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഉണ്ടായിരുന്നത്. നിരന്തരം അധിക്ഷേപങ്ങളും ചൊരിഞ്ഞ രഞ്ജിത പുളിക്കൻ ഒടുവിൽ നിയമത്തിന് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് കണ്ടറിയണം. ഇവർക്ക് മാത്രമല്ല, പാർട്ടിയേക്കാൾ രാഹുലിനോട് കൂറുള്ള അനേകം പേര് കോൺഗ്രസിലുണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് നേതാക്കൾ. ഇതിനിടെ മനുഷ്യമാംസം കൊത്തിവലിക്കുന്ന കഴുകനെ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി താരതമ്യം ചെയ്ത് ഏകാഭിനയ മത്സരാർത്ഥി രംഗത്ത് വന്നു. കൂട്ടിലടിച്ചാലും കഴുകൻ കഴുകനാണെന്ന് ഓർമ്മ വേണം കേരളമേ എന്ന് ശ്രീവിന്യ രാഹുലിനെതിരെ ആഞ്ഞടിച്ചു. കണ്ണൂർ ചേലോറ HSSലെ +1 വിദ്യാർത്ഥിനിയാണ് ഏകാഭിനയത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ശ്രീവിന്യ. ഹിജാബ് നിഷേധിച്ച വിഷയം അവതരിപ്പിച്ചായിരുന്നു ശ്രീവിന്യ ജില്ലാ കലോത്സവത്തിൽ തിളങ്ങിയത്. കലോത്സവം ആരംഭിക്കുന്നതിന് കുറച്ചു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാലിക പ്രസക്തമാണെന്ന് മനസ്സിലാക്കി. അതിനാൽ ആ വിഷയം പെട്ടെന്ന് ഏകാഭിനയത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ശ്രീവിന്യ പറയുന്നത്.